ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു പാൽപ്പായസം ആയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് പായസം അല്ലേ? അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഏകദേശം അതേ സ്വാദിലുള്ളൊരു പായസമാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ സ്വാദും അതിൻ്റെ പ്രത്യേകതകളും എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതിലുപയോഗിക്കുന്ന അരിയും മണിക്കിണറിലെ വെള്ളം, പ്രത്യേകിച്ച് കണ്ണൻ്റെ മുമ്പിലാണ് പായസം തയ്യാറാക്കുന്നത്. അതുപോലത്തെ സ്വാദ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. എന്നിരുന്നാലും ഏകദേശം അതേ സ്വാദിലുള്ളൊരു പായസം കുക്കറിൽ തയ്യാറാക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചുവന്ന നുറുക്ക് പച്ചരിയാണ്. മുഴുവനോടെയാണ് ചുമന്ന അരി ഉള്ളതെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് പൊടിക്കണ്ട. ഇനി ചുമന്ന അരി ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരിയിലും ഉണ്ടാക്കാം. പച്ചരി ആണെങ്കിലും മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരി മുഴുവനോടെ ഇട്ടും പായസം തയ്യാറാക്കാം. കൂടുതൽ സ്വാദ് നൽകുന്നത് നുറുക്കരിക്കാണ്. അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കാൻ അളവ് വളരെ പ്രധാനമാണ്. 1 ലിറ്റർ പാലിനാണ് പായസം തയ്യാറാക്കുന്നത്. 1 ലിറ്റർ പാലിന് 6 ടീസ്പൂൺ അരിയാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ലിറ്റർ പാലിന് 6 ടീസ്പൂൺ അരിയാണ് വേണ്ടത്. 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ 3 ടീസ്പൂൺ അരി എടുത്താൽ മതി. ഇവിടെ ഞാൻ 6 ടീസ്പൂൺ അരി അളന്നെടുത്തിട്ടുണ്ട്. അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ കുതിർക്കാൻ വെക്കണം. അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും വെക്കണം. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത അരിയാണ്. അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഇത് അരമണിക്കൂർ കുതിർത്ത ശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഇനി പാൽ അളന്നെടുക്കാം. 1 ലിറ്റർ പാലിനാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത്. 4 ഗ്ലാസ് പാൽ ഞാൻ അളന്നെടുക്കുന്നുണ്ട്. ഇത് കാച്ചി വെച്ചിട്ടുള്ള പാലാണ്. പാൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര എടുക്കാം. ഏത് ഗ്ലാസ്സിനാണോ പാൽ അളന്നെടുത്തത് ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പഞ്ചസാര അളന്നെടുക്കണം. 4 ഗ്ലാസ് പാലിന് 1 ഗ്ലാസ് പഞ്ചസാര എന്നതാണ് കണക്ക്. 1 ഗ്ലാസ് പഞ്ചസാര ഇടുമ്പോൾ നല്ല മധുരം ഉണ്ടാകും. അത്രയും മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ മാറ്റിയാൽ മതി. ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ഒരു 2 സ്പൂൺ പഞ്ചസാര ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി പായസം തയ്യാറാക്കാം. 1 ലിറ്റർ പാലിന് പായസം തയ്യാറാക്കുമ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കർ എടുക്കുന്നതാണ് നല്ലത്. ചെറിയ കുക്കർ എടുത്താൽ പാല് പുറത്തേക്ക് ചീറ്റിപ്പോകും. അത് ഒഴിവാക്കാനാണ്. കുക്കർ ചൂടായി വരുമ്പോഴേക്കും നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് കട്ടയായിട്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ഉരുവി വരുമ്പോൾ 2 ടീസ്പൂണോളം വരും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് വരട്ടിയെടുക്കണം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് കൈവിടാതെ നന്നായി വരട്ടി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാര മുഴുവനും ഉരുകി നെയ്യും അരിയും പഞ്ചസാരയൊക്കെ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് വരട്ടി കൊടുക്കണം. ഈ ഒരു പരുവം മതിയാവും. ഇനി ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ പഞ്ചസാര കട്ടകളൊക്കെ അടിയിലും ഉണ്ടാകും. അതൊന്നും സാരമില്ല. പായസം തയ്യാറാകുമ്പോൾ കട്ടകളൊക്കെ നന്നായി ഉരുകി വന്നോളും. വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇടാം. ഞാൻ ഇടുന്നില്ല. ഇനി വിസിലിടാതെ കുക്കർ അടച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. പാല് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നോസിൽ നിന്ന് വെള്ളത്തുള്ളികൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. ആ സമയത്ത് വിസിലിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് മാറ്റുകയും വേണം. ഇപ്പോൾ വെള്ളത്തുള്ളികൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി വിസിലിട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ച് പായസം ഉണ്ടാക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചാണ് പായസം ഉണ്ടാക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി. വിസിൽ കേട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂറിന് ശേഷം തുറന്നു നോക്കാം. 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാൻ ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കാം. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരുപാട് ലൂസൊന്നുമല്ല. ഇങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അതല്ല ഒന്നുകൂടെ കുറുക്കി കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് വറ്റിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ഞാൻ പായസം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഏകദേശം അതേ സ്വാദുള്ള പായസം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഇളം പിങ്ക് ഷെയ്ഡാണ് ഈ പായസത്തിന് കിട്ടിയിരിക്കുന്നത്.
ഇത് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അളവുകൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എത്ര പെട്ടെന്നാണ് കുക്കറി പായസം തയ്യാറാക്കിയത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.